പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം മോർണിംഗ് മന്നാ സന്ദേശങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മെസ്സേജ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിങ്ങളുടെ കരങ്ങളിലെത്തുവാൻ സർവകൃപാലുവായി ദൈവം സഹായിച്ചത് ഓർത്ത് എല്ലാ മഹത്വം കർത്താവിന് അർപ്പിക്കുകയാണ്. ബഹുമാനമായിട്ട് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട തലമുറയെ ദൈവം മടക്കി തരുന്നു എന്നുള്ള സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. 4 തലമുറയോളം കണ്ടു. ഈ അധ്യായത്തിൻ്റെ തുടക്കം നമുക്കറിയാം. ജീവിതത്തിൽ ഇയ്യോബ് ഏതോ വലിയ അപരാധം ചെയ്തു. ഇയ്യോബ് എന്തൊക്കെയോ വലിയ പാപം, കഠിന പാപം ചെയ്തു. അതുകൊണ്ട് ദൈവം അവനെ കൈവിട്ടതുമായിട്ട് ബന്ധപ്പെട്ടു വന്ന പ്രത്യാഘാതങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, സ്നേഹിതന്മാർ, സ്വന്തം ഭാര്യ ഉൾപ്പെടെ അവനെതിരായിട്ട് തിരിയുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ, ഇയ്യോബിൻ്റെ ജീവിതം അങ്ങനെ അവസാനിച്ചെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അവസാനിച്ചിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടൊരു ദുരന്തമായി മാറിയനെ. പക്ഷേ ഏത് ദുരന്തത്തിനകത്തും, ഏത് പ്രതികൂലത്തിനകത്തും ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒളിഞ്ഞിരിക്കുന്ന ഒരു നന്മയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ മറന്നു പോകാതിരിപ്പാനാ തിരുവചനത്തിനകത്ത്, പുസ്തകത്തിനകത്ത് ഒരു 42-ാം അധ്യായം എഴുതി ചേർത്തത്. ഹല്ലേലൂയ, ആമേൻ. തുടക്കിയ അധ്യായങ്ങൾ വേദനയുടെ അധ്യായങ്ങളായിരുന്നെങ്കിൽ, പ്രയാസത്തിൻ്റെ അധ്യായങ്ങളായിരുന്നെങ്കിൽ, ഈ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊടുങ്കാറ്റ് നഷ്ടപ്പെട്ടത് ചുഴലിക്കാറ്റ് ദൈവം മടക്കി കൊടുത്തിട്ട്, ഇയ്യോബേ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ, നീ എന്നെ സേവിക്കുന്നത് ഞാൻ നിനക്ക് തരുന്ന നന്മകൾ നിമിത്തമല്ല, മറിച്ച് നീ എന്നെ സ്നേഹിച്ച് എന്നെ നീ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണെന്ന് സാത്താനെ ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാ, സാത്താനെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ ഈ പ്രയാസങ്ങൾ വന്നതെന്ന് ദൈവമോട് വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയ ദൈവമക്കളെ, പിശാച് ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മളോടുള്ള ബന്ധത്തിലും അനുവാദം ചോദിക്കും. വിശ്വാസം വിട്ടു പോകുമെന്നുള്ളവരെ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. വിശ്വാസത്തിൽ അകന്നു പോകുമെന്നുള്ളവരെ സാത്താൻ്റെ കരങ്ങളിൽ അനുവദിച്ചു കൊടുക്കത്തില്ല. എന്നാൽ എന്തു വന്നാലും, തല പോകേണ്ടി വന്നാലും, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞതുപോലെ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇല്ല, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ തീക്കകത്ത് കിടന്ന് ഞങ്ങൾ ആ ദൈവസേനയിൽ എത്തണമെന്നുള്ളത്, എങ്കിലും ഞങ്ങൾ അതിന് റെഡിയായെന്നാണ് ആ സഹോദരങ്ങൾ പറയാനിടയായിത്തീർന്നത്. തന്നിമിത്തമാ ദൈവം തന്നെ ആ വിഷയത്തിന് ആക്ഷൻ എടുക്കാനിടയായിത്തീർന്നത്, നിയന്ത്രണം ഏറ്റെടുക്കാനിടയായി. അതേ പ്രിയ ദൈവ പൈതലേ, നിന്റെ ചില നിലപാടുകൾ, ദൈവസേന നീ എടുക്കുന്ന ചില നിലപാടുകൾ, നിന്റെ വിഷയത്തിനകത്ത് ദൈവം ചിലത് ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാനായിട്ട് പോകുകയാണ്. വേദനയുടെ നാളുകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രയാസത്തിൻ്റെ നാളുകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി. വാക്കുകളുടെ മുറിവുകൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഓടിൻ്റെ കഷ്ണമെടുത്ത് ചാരത്തിനകത്തിരുന്നു കൊണ്ട് ശരീരം മുഴുവൻ ചൊറിയുന്നൊരവസ്ഥയിലേക്ക് യോബെത്തപ്പെട്ടു. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. എവിടൊക്കെ നഷ്ടം സംഭവിച്ചോ അവിടൊക്കെ അതിനെ ലാഭമാക്കി മാറ്റുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ഈ ദൂത് എനിക്ക് നിങ്ങൾക്കുള്ള ദൈവ സന്ദേശമാകട്ടോ, ഈ ദൂത് എനിക്ക് നിങ്ങൾക്കുള്ള ദൈവദൂതാകട്ടോ. അതിൻ്റെ ശേഷം ഈ പ്രതികൂലങ്ങളെല്ലാം വന്നതിൻ്റെ ശേഷം, ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ആ കഷ്ടതയുടെ നാളുകൾക്ക് ശേഷം, ആ വേദനയുടെ നാളുകൾക്ക് ശേഷം, ആ ഒറ്റപ്പെടലിൻ്റെ നാളുകൾക്ക് ശേഷം, നീ കരഞ്ഞ് 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 മുഖം തലയണയോട് ചേർത്ത് അമർത്തി വെച്ച നാളുകൾക്ക് ശേഷം ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഒത്തിരി ഒന്നും മുന്നോട്ട് പോകത്തില്ല കുഞ്ഞെ. നിന്നോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ സമയമായി. സ്വർഗം അത് ചെയ്യാൻ പോവുക. റെഡി ആയിക്കോളാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണെന്ന്, നഷ്ടപ്പെട്ട സമ്പത്തിനെ ഇരട്ടിയായിട്ട് മടക്കി തരുമെന്നുള്ള ദൈവ സന്ദേശം
ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിനകത്ത് ചില ഇരട്ടിപ്പുകൾ ഈ നാളുകളിൽ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലകളുമേ, ശാരീരിക മാനസിക ആത്മീക മേഖലകളുമേ ചില ഇരട്ടിപ്പുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. സ്വർഗ്ഗം അത് ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.